ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം വർഷം മുഴുവൻ ചൂടുള്ള താപനില, ഉയർന്ന ഈർപ്പം, ഗണ്യമായ മഴ എന്നിവയാൽ സവിശേഷമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് പേരുകേട്ടതാണ്. സാധാരണയായി 24°C മുതൽ 32°C വരെയുള്ള താപനിലയുള്ളതും താപനിലയിൽ കാര്യമായ സീസണൽ വ്യതിയാനങ്ങളില്ലാത്തതുമായ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് സംസ്ഥാനം അനുഭവിക്കുന്നത്. കേരളത്തിലെ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും സമൃദ്ധമായ സസ്യജാലങ്ങളും സമ്പന്നമായ ജൈവ വൈവിധ്യവും ഈ ഊഷ്മളവും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷത്തിൽ തഴച്ചു വളരുന്നു. ജീവിതശൈലി, കൃഷി, വാസ്തുവിദ്യ എന്നിവയെപ്പോലും സ്വാധീനിക്കുന്ന കാലാവസ്ഥയുമായി ചേർന്ന് നിൽക്കുന്ന സവിശേഷമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തിനുണ്ട്. എന്നാൽ സംസ്ഥാനം മുഴുവൻ 0-ന് താഴെയുള്ള താപനില അനുഭവിക്കുന്ന ഒരു സാഹചര്യം സങ്കല്പിക്കുന്നത് ഈ സ്വാഭാവിക ക്രമത്തെ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ അത്തരമൊരു സംഭവം അഭൂതപൂർവമായിരിക്കും. കാരണം താപനില അപൂർവമായി 20°C താഴെയാകുകയും സംസ്ഥാനത്തുടനീളം മരവിപ്പിക്കുന്ന അവസ്ഥ എന്ന ആശയം മിക്കവാറും അസാധ്യമാണെന്ന് തോന്നുകയും ചെയ്യുന്നു. ഈ മേഖലയിലെ 0-ന് താഴെയുള്ള താപനില, അങ്ങേയറ്റത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അസാധാരണമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ആഗോള കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിൽ നിന്ന് ഉണ്ടാകാം. ഇത് പര്യവേഷണം ചെയ്യേണ്ട നിർണായക സാഹചര്യമാക്കി മാറ്റുന്നു. ഈ സാങ്കല്പിക സാഹചര്യം പര്യവേഷണം ചെയ്യുന്നത് കാലാവസ്ഥാ രീതികൾക്കും കാലാവസ്ഥാ സംവിധാനങ്ങൾക്കും പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ തീവ്രമായ താപനില വ്യതിയാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ ഇത് നമ്മെ അനുവദിക്കുകയും ആവാസ വ്യവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യ സമൂഹം എന്നിവയുടെ ദുർബലതയെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ താൽപ്പര്യത്തിനപ്പുറം അത്തരമൊരു സാഹചര്യം പരിഗണിക്കുന്നത് ഭാവിയിലെ പ്രവചനാതീതമായ കാലാവസ്ഥാ സംഭവങ്ങൾക്കായി തയ്യാറെടുക്കാനും അപകട സാധ്യതകൾ ലഘൂകരിക്കാനും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും പ്രായോഗിക തന്ത്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വർഷം മുഴുവൻ ശരാശരി താപനില 24°C മുതൽ 32°C വരെയുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിൽ പ്രധാനമായും അനുഭവപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ വടക്ക് കിഴക്കൻ കാലവർഷങ്ങളുമായി ബന്ധപ്പെട്ട സീസണൽ മാറ്റങ്ങൾ ഒഴികെ സംസ്ഥാനത്ത് താപനിലയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നു. മഴക്കാലങ്ങളിൽ മേഘാവരണവും മഴയും കാരണം താപനില ചെറുതായി കുറയുമെങ്കിലും അവ അപൂർവമായി 20°C താഴെയാണ്. മധ്യരേഖ, അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയുടെ സാമീപ്യം പോലുള്ള ഘടകങ്ങൾ ഉഷ്ണമേഖലാ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ അവസ്ഥയ്ക്ക് മൊത്തത്തിൽ കാരണമാകുന്നു. കേരളം പോലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ താപനില വ്യതിയാനങ്ങളെ നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. മധ്യരേഖാസ്ഥാനം സ്ഥിരവും നേരിട്ടുള്ളതുമായ സൂര്യപ്രകാശത്തിന് കാരണമാകുന്ന സൗരവികിരണമാണ് താപനിലയുടെ പ്രാഥമിക ചാലകശക്തി. അറബിക്കടൽ പോലുള്ള വലിയ ജലാശയങ്ങളുടെ സാന്നിധ്യം താപനിലയെ മിതപ്പെടുത്തുകയും ചൂട് ക്രമേണ ആഗിരണം ചെയ്യുകയും കൂടുതൽ സ്ഥിരതയുള്ള കാലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വടക്കൻ സമതലങ്ങളിൽ നിന്നുള്ള തണുത്തതും വരണ്ടതുമായ കാറ്റിൽ നിന്ന് സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിലൂടെ പശ്ചിമഘട്ടം കൂടുതൽ സംഭാവന ചെയ്യുന്നു. മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന അഗാധമായ മാറ്റങ്ങൾ ആഗോള കാലാവസ്ഥാ സംവിധാനത്തിന് അനുഭവപ്പെടുന്നു. അതിന്റെ ഫലമായി ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ രീതികളിൽ മാറ്റം വരുന്നു. വർദ്ധിച്ചുവരുന്ന ആഗോള താപനില അസാധാരണമായ അന്തരീക്ഷ തടസ്സങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതായത് കോൾഡ് ഫ്രണ്ട് അവ അപൂർവമായി സ്വാധീനിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്നു. താരതമ്യേന തണുത്ത വായുവിന്റെ ഒരു പിണ്ഡം ചൂടുള്ള വായു ഉള്ള സ്ഥലത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കോൾഡ് ഫ്രണ്ട് സംഭവിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് തണുത്ത വായുവിന്റെ പിണ്ഡം കൊണ്ടുവരാൻ കഴിയും. ഇത് കേരളം പോലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പോലും താപനില കുറയാൻ കാരണമാകുന്നു. അത്തരം പ്രതിഭാസങ്ങൾ ജെറ്റ് സ്ട്രീമുകളിലെ അസ്വസ്ഥതകളിൽ നിന്നോ ധ്രുവച്ചുഴികളിലെ ഷിഫ്റ്റുകളിൽ നിന്നോ ഉണ്ടാകാം. ഇത് സാധാരണയായി ഉയർന്ന അക്ഷാംശങ്ങളിലെ തണുത്ത അവസ്ഥകളെ നിയന്ത്രിക്കുന്നു. കേരളം പോലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തണുത്ത വായു എത്തുമ്പോൾ അവ സംസ്ഥാനത്തിന്റെ സ്ഥാപിത കാലാവസ്ഥാ സംവിധാനങ്ങളുമായി സംവദിക്കുന്നു. കടലിൽ നിന്നുള്ള ഈർപ്പമുള്ളതും ചൂടുള്ളതുമായ കാറ്റ് പ്രധാനമായും നയിക്കുന്ന കാലവർഷം തണുത്ത വായുവിന്റെ പെട്ടെന്നുള്ള നുഴഞ്ഞുകയറ്റം മൂലം തടസ്സപ്പെട്ടേക്കാം. ഈ മാറ്റം താപനിലയിൽ ദ്രുതഗതിയിലുള്ള ഇടിവിന് കാരണമാവുകയും മനുഷ്യരെയും പാരിസ്ഥിതിക സംവിധാനങ്ങളെയും ബാധിക്കുകയും ചെയ്യും. മൺസൂൺ കാറ്റുകൾ സാധാരണയായി കൈവശം വയ്ക്കുന്ന ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ഈ തണുത്ത വായുപിണ്ഡങ്ങളുമായി കൂട്ടിയിടിക്കുകയും അസാധാരണമായ മഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞ് പോലുള്ള കഠിനമായ കാലാവസ്ഥാ രീതികൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് ഈ ഉഷ്ണമേഖലാ മേഖലയിൽ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ, വനനശീകരണം തുടങ്ങിയ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായ ആഗോളതാപനം ഭൂമിയുടെ കാലാവസ്ഥാ സംവിധാനത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. ആഗോള താപനില ശരാശരി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ താപനത്തിന്റെ ചലനാത്മകത അങ്ങേയറ്റത്തെ പ്രവചനാതീതമായ കാലാവസ്ഥാ സംഭവങ്ങളിലേക്ക് നയിച്ചേക്കാം. ആഗോള താപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന പ്രതിഭാസങ്ങളിൽ ഒന്നാണ് കാലാവസ്ഥാ രീതികളെ തടസ്സപ്പെടുത്തുന്നത്. ഇത് പരമ്പരാഗതമായി അത്തരം തീവ്രതകളിൽ നിന്ന് പ്രതിരോധിക്കുന്ന പ്രദേശങ്ങളിൽ തണുത്ത താപനിലയുടെ അപൂർവ സംഭവങ്ങൾ സൃഷ്ടിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ചൂട് അന്തരീക്ഷ ചംക്രമണത്തെ മാറ്റുകയും ജെറ്റ് സ്ട്രീമുകൾ, സമുദ്രപ്രവാഹങ്ങൾ, ഗ്രഹത്തിന് ചുറ്റുമുള്ള താപവിതരണം എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് തണുത്ത വായുപിണ്ഡം നുഴഞ്ഞു കയറുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് സാധാരണ കാലാവസ്ഥാ പ്രക്രിയകളുടെ അസ്ഥിരത കണക്കിലെടുക്കുമ്പോൾ വളരെ അസാധാരണവും എന്നാൽ പൂർണ്ണമായും അസാധ്യവുമല്ല.
ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ ഭൂപ്രകൃതി പെട്ടെന്നുള്ള താപനിലക്കുറവിനുള്ള സാധ്യതയെ സ്വാധീനിച്ചേക്കാം. അറബിക്കടലിൽ 500 കിലോമീറ്ററിലധികം നീളമുള്ള സംസ്ഥാനത്തിന്റെ തീരപ്രദേശം താപനില നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. സമുദ്രത്തിന്റെ ചൂട് നിലനിർത്തലും തണുപ്പിക്കൽ ഗുണങ്ങളും കാരണം തീരപ്രദേശങ്ങളിൽ സാധാരണയായി കൂടുതൽ സ്ഥിരതയുള്ളതും മിതമായതുമായ താപനില അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും അങ്ങേയറ്റത്തെ കാലാവസ്ഥാ വ്യതിയാനമുണ്ടായാൽ കടലിന്റെ തണുപ്പിക്കൽ പ്രഭാവം അമിതമാവുകയും തണുത്ത വായു കൂടുതൽ ഉൾനാടുകളിലേക്ക് തുളച്ചു കയറാൻ അനുവദിക്കുകയും ചെയ്യും. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കുത്തനെ ഉയരുന്ന പശ്ചിമഘട്ടത്തിന് ഈ പ്രദേശത്തേക്ക് ചൂടുള്ള വായു എത്തുന്നത് തടയുന്ന തടസ്സങ്ങളായി പ്രവർത്തിക്കാൻ കഴിയും. ഇത് പ്രവേശിക്കുന്ന ഏത് കോൾഡ് ഫ്രണ്ടുകളുടെയും ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ സമുദ്രപ്രവാഹങ്ങളിലെ മാറ്റങ്ങൾ ആർട്ടിക് ശൈത്യ തരംഗങ്ങളെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ആഗോള താപനില നിയന്ത്രിക്കുന്നതിൽ സമുദ്രം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ഗൾഫ് സ്ട്രീം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പോലുള്ള പ്രവാഹങ്ങളിലെ തടസ്സങ്ങൾ ചൂടുള്ളതും തണുത്തതുമായ ജലത്തിന്റെ ചലനത്തെ ബാധിച്ചേക്കാം. ഈ മാറ്റങ്ങൾ ആർട്ടിക്കിലെ തണുത്ത വായു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അസാധാരണ പ്രതിഭാസത്തിന് കാരണമായേക്കാം. ഇത് 0-ന് താഴെയുള്ള താപനില കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ 0-ന് താഴെയുള്ള താപനില പെട്ടെന്നുണ്ടാകുന്നത് ദൈനംദിന ജീവിതത്തിൽ കാര്യമായ ഹ്രസ്വകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കും. അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, തെങ്ങ്, മരങ്ങൾ തുടങ്ങിയ വിളകൾ തണുപ്പിനോട് വളരെ സെൻസിറ്റീവാണ്. കേരളത്തിലെ സാധാരണ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ സാഹചര്യങ്ങളിൽ ഈ വിളകൾ തഴച്ചു വളരുന്നു. തണുത്തുറഞ്ഞ താപനിലയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ തിരിച്ചെടുക്കാനാവാത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും. തണുപ്പിനെ നേരിടാൻ ആവശ്യമായ പൊരുത്തപ്പെടുകളില്ലാത്ത ഉഷ്ണമേഖലാ സസ്യങ്ങൾക്ക് വളർച്ച മുരടിക്കുകയോ പൂർണ്ണമായ നാശം പോലും അനുഭവിക്കുകയോ ചെയ്യും. ഇത് പ്രാദേശിക കർഷകർക്കും സംസ്ഥാനത്തിന്റെ കാർഷിക കയറ്റുമതി വ്യവസായത്തിനും കനത്ത തിരിച്ചടിയായി വ്യാപകമായ വിളനാശത്തിന് കാരണമാകും. കൂടാതെ പുതിയ ഉൽപ്പന്നങ്ങളുടെ വിതരണം തടസ്സപ്പെടുകയും അത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിക്കും. അപ്രതീക്ഷിതമായ തണുപ്പ് മൂലം കേരളത്തിലെ ഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് റോഡുകളും റെയിൽവേയും തടസ്സപ്പെട്ടേക്കാം. തണുത്തുറഞ്ഞ താപനിലയിൽ നിന്ന് റോഡുകൾ വഴുതിപ്പോകുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തേക്കാം. അതേസമയം ഡി-ഐസിങ്ങിന്റെ ആവശ്യകത കാരണം റെയിൽ, വിമാനയാത്രകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യാം. കടുത്ത തണുപ്പ് കൈകാര്യം ചെയ്യാൻ സംവിധാനങ്ങൾ നിർമ്മിക്കാത്തതിനാൽ വൈദ്യുതി വിതരണ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടായേക്കാം. വൈദ്യുതി മുടക്കം കൂടുതൽ സാധാരണമായി തീരുകയും ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ തടസ്സങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ആരോഗ്യപരമായ അപകട സാധ്യതകൾ മറ്റൊരു അടിയന്തര ആശങ്കയായിരിക്കും. തണുത്ത താപനിലയുമായി പൊരുത്തപ്പെടാത്ത ജലദോഷവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളായ ഹൈപ്പോതെർമിയ, ഫ്രോസ്റ്റ്ബൈറ്റ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്നു. പ്രായമായവർ, കുട്ടികൾ, മുമ്പുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നമുള്ളവർ തുടങ്ങിയ ദുർബലരായ ഗ്രൂപ്പുകൾക്ക് ഉയർന്ന അപകട സാധ്യത ഉണ്ടാകും. അടിയന്തര വൈദ്യസഹായവും ആരോഗ്യ സംരക്ഷണ വിഭവങ്ങളുടെ വർധനവും ആവശ്യമാണ്. പാരിസ്ഥിതികമായി കേരളത്തിലെ ഉഷ്ണമേഖലാ സസ്യജന്തുജാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വിനാശകരമാണ്. പ്രദേശത്തെ കൂടുതൽ താപനിലയുമായി പൊരുത്തപ്പെടുന്ന മൃഗങ്ങളും സസ്യങ്ങളും തണുത്തുറഞ്ഞ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ പാടുപെടും. കാലാവസ്ഥാ വ്യതിയാനം അവരുടെ സ്വാഭാവിക രീതികളെ തടസ്സപ്പെടുത്തിയാൽ ദേശാടന ജീവി വർഗ്ഗങ്ങളെ ബാധിക്കാം. കൂടാതെ താപനിലയിലെ മാറ്റം പ്രാദേശിക ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കുകയും പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില ജീവജാലങ്ങളുടെ വംശനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ജൈവ വൈവിധ്യ നഷ്ടം കേരളത്തിന്റെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ ദൂരവ്യാപകമായി ബാധിക്കുകയും കൃഷി മുതൽ വിനോദസഞ്ചാര വ്യവസായം വരെ എല്ലാം ബാധിക്കുകയും ചെയ്യും. പരിണാമപരമായി തീവ്രമായ കാലാവസ്ഥകളുമായുള്ള മനുഷ്യന്റെ പൊരുത്തപ്പെടുത്തൽ സഹസ്രാബ്ദങ്ങളായി നടക്കുന്നുണ്ട്. എന്നാൽ മിക്ക ഉഷ്ണമേഖലാ സമൂഹങ്ങളെയും പോലെ കേരളത്തിലെ ജനസംഖ്യയും സ്വാഭാവികമായി മരവിപ്പിക്കുന്ന താപനിലയെ നേരിടാൻ പ്രാപ്തരല്ല. ചരിത്രപരമായി ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കൽ, വായു ചൂടാക്കുന്നതിനുള്ള വിശാലമായ നാസാരന്ധ്രങ്ങൾ, കൂടുതൽ കാര്യക്ഷമമായ താപനിയന്ത്രണം തുടങ്ങിയ ജൈവപരമായ മാറ്റങ്ങളിലൂടെ മനുഷ്യർ തണുത്ത അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത്തരം പൊരുത്തപ്പെടുത്തലുകൾ ക്രമാനുഗതമാണ്. 0-ന് താഴെയുള്ള താപനിലയുടെ പെട്ടെന്നുള്ള തുടക്കം ജനസംഖ്യയുടെ ക്രമീകരിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തും. കാലക്രമേണ ജനിതക പൊരുത്തപ്പെടുത്തലുകൾ ഉയർന്നു വന്നേക്കാം. എന്നിരുന്നാലും അവയ്ക്ക് തലമുറകൾ എടുക്കും. ദീർഘകാല പരിണാമ സമ്മർദ്ദങ്ങൾ ആവശ്യമാണ്. കടുത്ത തണുപ്പിനെ നേരിടാൻ കാർഷിക രീതികളും നാടകീയമായി മാറേണ്ടതുണ്ട്. പരമ്പരാഗത കാർഷിക രീതികളും വിളകളും ഇനി പ്രായോഗികമാകില്ല. ഇത് കൂടുതൽ തണുത്ത പ്രതിരോധശേഷിയുള്ള വിളകളിലേക്കുള്ള മാറ്റത്തിലേക്കോ നൂതന കാർഷിക സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലേക്കോ നയിക്കും. ഗോതമ്പ്, ബാർലി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിളകൾ അവതരിപ്പിക്കാമെങ്കിലും അവയ്ക്ക് വളരുന്ന സീസണുകളിലും കൃഷിരീതികളിലും ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അതുപോലെ മഞ്ഞ് പ്രതിരോധിക്കുന്ന സസ്യ ഇനങ്ങൾ, ഹരിതഗൃഹങ്ങൾ പോലുള്ള നിയന്ത്രിത പരിസ്ഥിതികളിൽ കൃഷി ചെയ്യാം. ദീർഘകാലാടിസ്ഥാനത്തിൽ ചൂടുള്ള കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന ചില സ്പീഷീസുകളുടെ നഷ്ടം പുതിയതും തണുത്ത പ്രതിരോധശേഷിയുള്ളതുമായ സ്പീഷീസുകളുടെ ആവിർഭാവത്തിന് കാരണമാകും. ഈ മാറ്റം കേരളത്തിന്റെ കാർഷിക ഭൂപ്രകൃതിയെ മാറ്റുകയും സംസ്ഥാനത്തിന്റെ ജൈവ വൈവിധ്യത്തിന്റെ പരിവർത്തനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. വന്യജീവികൾ ഒന്നുകിൽ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയോ കുടിയേറുകയോ അല്ലെങ്കിൽ വംശനാശത്തെ അഭിമുഖീകരിക്കുകയോ ചെയ്യും. ചില സ്പീഷീസുകൾ പരിണമിക്കുകയോ വടക്കോട്ട് കുടിയേറുകയോ ചെയ്തേക്കാമെങ്കിലും മറ്റുള്ളവ അതിജീവിക്കാൻ പാടുപെടുകയും
പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം. 0-ന് താഴെയുള്ള താപനിലയുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ആഴമേറിയതായിരിക്കും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ചാലകശക്തിയായ വിനോദസഞ്ചാരം വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ബീച്ചുകൾ, കായലുകൾ, ഹിൽ സ്റ്റേഷനുകൾ എന്നിവയുള്ള ഉഷ്ണമേഖലാ സങ്കേതമെന്ന പ്രശസ്തി കേരളം സൃഷ്ടിച്ചിട്ടുണ്ട്. തണുത്തുറഞ്ഞ താപനിലയിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം വിനോദസഞ്ചാര ഭൂപ്രകൃതിയെ ഗണ്യമായി മാറ്റുകയും ചൂടുള്ളതും ക്ഷണിക്കുന്നതുമായ കാലാവസ്ഥയ്ക്കായി വരുന്ന യാത്രക്കാരെ തടയുകയും ചെയ്യും. കേരളത്തിലെ കാലവർഷം, ഉഷ്ണമേഖലാ അനുഭവങ്ങൾ തുടങ്ങിയ കാലാനുസൃതമായ വിനോദസഞ്ചാര ആകർഷണങ്ങൾ ഇനി പ്രായോഗികമല്ലാത്തതിനാൽ ഊഷ്മളമായ ലക്ഷ്യസ്ഥാനങ്ങൾ തേടുന്ന സന്ദർശകർ കൂടുതൽ പരമ്പരാഗത ശൈത്യകാല റിസോർട്ടുകളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. സവിശേഷമായ തണുത്ത കാലാവസ്ഥാ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ ശൈത്യകാല കായിക ഇനങ്ങളിൽ പോലും താൽപ്പര്യമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ടൂറിസം വ്യവസായത്തെ അതിന്റെ ബിസിനസ് മോഡൽ പുനഃപരിശോധിക്കാൻ ഈ മാറ്റം നിർബന്ധിതമാക്കും. പ്രാദേശിക വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് കൃഷി, മത്സ്യബന്ധനം, നിർമ്മാണം എന്നിവയും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. പരമ്പരാഗത വിളകൾ, പ്രത്യേകിച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി, നാളികേരം എന്നിവയുടെ നഷ്ടം ഈ മേഖലയുടെ ഉൽപ്പാദനത്തിൽ തകർച്ചയിലേക്ക് നയിക്കുന്നതിനാൽ കൃഷിയെ ഏറ്റവും സാരമായി ബാധിക്കും. കർഷകർ പൊരുത്തപ്പെടാൻ പാടുപെടുമ്പോൾ സംസ്ഥാനം ബദൽ കാർഷിക രീതികൾ പര്യവേഷണം ചെയ്യുകയും തണുത്ത പ്രതിരോധ ശേഷിയുള്ള വിള ഇനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ ചൂടുള്ള കടലുകളിൽ തഴച്ചു വളരുന്ന മത്സ്യബന്ധനവും തണുപ്പിനൊപ്പം സമുദ്ര ആവാസ വ്യവസ്ഥ മാറുന്നതിനാൽ പ്രാദേശിക മത്സ്യബന്ധനത്തെയും വിശാലമായ സമുദ്ര വിഭവ കയറ്റുമതി വിപണിയെയും ബാധിക്കും. അതുപോലെ നിർമ്മാണ വ്യവസായത്തിന് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് കൂടുതൽ ശക്തമായ ചൂടാക്കൽ സംവിധാനങ്ങളും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങളും പോലുള്ള തണുത്ത താപനില കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത പുതിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകത. സാംസ്കാരികമായും സാമൂഹികവുമായും കേരളത്തിലെ ജനങ്ങൾ ജീവിതശൈലിയിലും ദൈനംദിന രീതികളിലും കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകും. കേരളത്തിലെ ജീവിതത്തിന്റെ പല വശങ്ങളും വസ്ത്രങ്ങൾ, ഭക്ഷണം, ഉത്സവങ്ങൾ, വാസ്തുവിദ്യ പോലും ഊഷ്മളതയെയും സുഖസൗകര്യങ്ങളെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. തണുത്ത അന്തരീക്ഷത്തിലേക്കുള്ള മാറ്റം ഈ പാരമ്പര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വീടുകൾ ഇൻസുലേഷനും ചൂടാക്കലിനും അനുയോജ്യമാക്കേണ്ടതുണ്ട്. അതേസമയം ഭക്ഷണ രീതികളിൽ കൂടുതൽ ചൂടുള്ളതുമായ ഭക്ഷണം ഉൾപ്പെടുത്തുന്നതിലേക്ക് മാറിയേക്കാം. സാമൂഹികമായി കോൾഡ് വെതറിന്റെ മാനസിക ആഘാതം ഗണ്യമായിരിക്കാം. അത്തരം അങ്ങേയറ്റത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാത്ത ആളുകൾക്ക് സമ്മർദ്ദം, വിഷാദം, സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാം. നീണ്ടു നിൽക്കുന്ന ജലദോഷം ഉറക്ക രീതികളെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുകയും അസ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യും. കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ പലപ്പോഴും തഴച്ചു വളരുന്ന സാമൂഹിക ബോധം പുതിയ പാരിസ്ഥിതിക വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാൻ ആവശ്യമായ കൂട്ടായ പരിശ്രമത്താൽ ബുദ്ധിമുട്ടായേക്കാം. കാലക്രമേണ കേരളത്തിലെ ജനങ്ങൾ പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ പഠിച്ചേക്കാം. എന്നിരുന്നാലും വൈകാരികവും സാംസ്കാരികവുമായ പാടുകൾ തലമുറകളോളം നീണ്ടു നിൽക്കും. കേരളത്തിൽ 0-ന് താഴെയുള്ള താപനിലയുടെ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി, സമൂഹം, സംസ്കാരം എന്നിവയെ ബാധിക്കുന്ന ദൂരവ്യാപകമായിരിക്കും. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ കാർഷിക മേഖല, വിളനാശം, പ്രത്യേകിച്ച് മരവിപ്പിക്കുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്യാത്ത ഉഷ്ണമേഖലാ സസ്യങ്ങൾ എന്നിവയാൽ വളരെയധികം ബാധിക്കപ്പെടാം. കടുത്ത തണുപ്പ് കൈകാര്യം ചെയ്യാൻ ഈ പ്രദേശം സജ്ജമല്ലാത്തതിനാൽ ഗതാഗതം, വൈദ്യുതി വിതരണം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തുന്നതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമാകും. ജലദോഷവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ദുർബലരായ വിഭാഗങ്ങൾക്കിടയിൽ ജനസംഖ്യയുടെ ആരോഗ്യം അപകടത്തിലാകും. പാരിസ്ഥിതികമായി തണുപ്പ് കേരളത്തിന്റെ അതുല്യമായ ജൈവ വൈവിധ്യത്തെ ഭീഷണിപ്പെടുത്തുകയും അത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ജീവജാലങ്ങളുടെ വംശനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വരും, പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിലും കൃഷിയിലും. ചൂടുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ജീവിതശൈലികളും സാംസ്കാരിക രീതികളും പുനർനിർവചിക്കേണ്ടതുണ്ട്. കൂടാതെ കടുത്ത തണുപ്പിന്റെ സാമൂഹികവും മാനസികവുമായ സ്വാധീനം ആഴത്തിലുള്ളതായിരിക്കാം. പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷി, സാമൂഹിക സംവിധാനങ്ങൾ എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ ആവശ്യമാണ്. ഈ സാങ്കല്പിക സാഹചര്യം കാലാവസ്ഥാ ശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ടതിൻ്റെയും ഭാവിയിലെ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളെ നേരിടാൻ തയ്യാറെടുക്കേണ്ടതിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ആഗോളതാപനം കാലാവസ്ഥാ രീതികളിൽ മാറ്റം വരുത്തുന്നത് തുടരുന്നതിനാൽ കേരളം പോലുള്ള പ്രദേശങ്ങൾ സാധ്യതയുള്ള തടസ്സങ്ങൾ മുൻകൂട്ടി കാണുകയും അത്തരം അപ്രതീക്ഷിത സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് സുസ്ഥിര രീതികളിലും പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപം നടത്തുകയും വേണം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.